So length of bar is equal to 3.7 minus 2 into 25 into 10 raised to minus 3 plus 2 into 9 into 10 into 10 raised to minus 3 is equal to answer എത്ര വരും? Length of bar 3.83 meters. 3.83 meters. So length calculate ചെയ്തു 3.83 meters. ഇനി എന്തൊക്കെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? അടുത്ത ടാബിൾ കോളത്തിൽ എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സെയിം ടൈപ്പ് ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമ്പർ ഓഫ് ബാർസ്. നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? എന്തായിരുന്നു ഈ പറയുന്ന ഇത്? ഈ ലെങ്തിലല്ലേ നമുക്ക് മെയിൻ ബാർ അറേഞ്ച് ചെയ്യുന്നത്? ഈ ഒരു ലെങ്തിൽ ഇങ്ങനെ. അപ്പോൾ എത്ര നമ്പർ ഓഫ് 10 mm ബാർസ് ഉണ്ട്, മെയിൻ ബാർസ് ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എന്തായിരുന്നു ഇക്വേഷൻ? സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. അപ്പോൾ സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. അപ്പോൾ സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1 എത്ര വരും? സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1 ചെയ്യുമ്പോൾ സ്പാൻ ലെങ്ത് എത്ര എടുക്കണ്ടേ? സ്പാൻ ലെങ്ത് 370 ആണോ 590 ആണോ സ്പാൻ ലെങ്ത് എടുക്കേണ്ടത്? 590. ഇപ്പൊ 590 ഡിവൈഡഡ് ബൈ എത്ര വരും? സ്പേസിംഗ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നേ? 10 mm ബാറിന്റെ സ്പേസിംഗ് 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ബാർസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോ ആദ്യം എന്താണ്? ഒരു സ്ട്രെയിറ്റ് ബാറാ വരുന്നത്. ആ സ്ട്രെയിറ്റ് ബാർ കഴിഞ്ഞിട്ട് ഒരു ക്രാങ്ക്ഡ് ബാർ ഉണ്ടാവും ബോട്ടത്തില്. സ്ട്രെയിറ്റ് ബാർസ് കഴിഞ്ഞിട്ട് ക്രാങ്ക്ഡ് ബാർസ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ബാർ കഴിഞ്ഞ് ഒരു ക്രാങ്ക്ഡ് ബാർ, അങ്ങനെയാണ് നമ്മൾ ബോട്ടത്തിൽ റീഇൻഫോഴ്സ്മെന്റ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ബാർ ഉണ്ടാവും, ആ സ്ട്രെയിറ്റ് ബാർ കഴിഞ്ഞ് ക്രാങ്ക്ഡ് ബാർ ഉണ്ടാവും. അങ്ങനെ ഓൾട്ടർനേറ്റ് സ്ട്രെയിറ്റ് ബാർസ് ആൻഡ് ക്രാങ്ക്ഡ് ബാർസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ബാറും ഒരു ക്രാങ്ക്ഡ് ബാറിനും ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ് 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ്. അപ്പോൾ ഒരു ക്രാങ്ക്ഡ് ബാറും ഒരു സ്ട്രെയിറ്റ് ബാറും തമ്മിലുള്ള സ്പേസിംഗ് ആണ് 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ബാർസ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 40 സെന്റിമീറ്റേഴ്സ് ആണ്. 40 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് രണ്ട് സ്ട്രെയിറ്റ് ബാർസ് തമ്മിലുള്ള സ്പേസിംഗ് ബോട്ടത്തിൽ. അപ്പൊ നമ്മൾ ബോട്ടം ബാർസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ സ്പേസിംഗ് എടുക്കേണ്ടത് 590 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 1. ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് ക്രാങ്ക്ഡ് ബാറും അതേ കണക്ക് തന്നെ സ്ട്രെയിറ്റ് ബാറും തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ആ സ്പേസിംഗ് ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? രണ്ട് സ്ട്രെയിറ്റ് ബാർസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്, അതായത് 590 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 1. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ 590 ഡിവൈഡഡ് ബൈ 40 വന്നത്? ഡിവൈഡഡ് ബൈ 40 മനസ്സിലായോ? അപ്പോ എത്ര വരും 590 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ? 15.75. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് നമുക്ക് ഇങ്ങനെ 0.75 എന്നൊന്നും ഇടത്തില്ല, നമ്മൾ അടുത്ത ഡിജിറ്റിലേക്ക് പോവുക. നമ്പർ ഓഫ് ബാർസ് അപ്പോൾ 16 എന്ന് കൊടുക്കുക. 16. നമ്പർ ഓഫ് ബാർസ് ഈസ് ടേക്കൻ ആസ് 16. സോ ടാബിൾ കോളം നോക്കാം. സോ ഇത് നിങ്ങൾ ഈ ടാബിൾ കോളം കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ട്. ഒരു പ്രോബ്ലത്തിനകത്ത് ഇപ്പോൾ 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് ടാബിൾ കോളം കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് തന്നെ കിട്ടും. അപ്പോൾ ടാബിൾ കോളത്തിനകത്ത് പോലും മിസ്റ്റേക്സ് വരുത്തിട്ട് അതിന് മാർക്കുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ബാർ മാർക്ക്. അപ്പോൾ ബാർ മാർക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അപ്പൊ ഞാൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡയമീറ്റർ ഓഫ് ബാർ 10, ഷേപ്പ് ആൻഡ് ബെൻഡിങ് ഡയമെൻഷൻ വരച്ചു. ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 3.83 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ബാർസ് കിട്ടി 16.
ഇനി ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ. ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ കിട്ടാൻ എന്താ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ കിട്ടാൻ ഈ 3.83 ഇൻറ്റു 16 3.83 ഇൻറ്റു 16 ചെയ്തപ്പോൾ 61.28. 3.83 ഇൻറ്റു 16 61.28. ഇനി വെയിറ്റ് ഓഫ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ? വെയിറ്റ് ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് എന്തായിരുന്നു? നമുക്ക് 1 മീറ്റർ ലെങ്തിലാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിലോഗ്രാം പെർ മീറ്റർ ആണ് യൂണിറ്റ്. ഇനി 0.617 എങ്ങനെ കിട്ടിയത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ എന്തായിരുന്നു? d സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 d സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ്? ഡയമീറ്റർ 10 ആണ്. 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 ഈസ് ഈക്വൽ ടു 0.617. ഇനി ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് ഇൻറ്റു വെയിറ്റ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 61.28 ഇൻറ്റു 0.617. 0.617 ഇൻറ്റു 61.28 is equal to 37.809. അപ്പൊ നിങ്ങൾക്ക് വാല്യൂസിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അത് നിങ്ങൾ റൗണ്ട് ചെയ്യുന്നതാണ് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ബാർ ബോട്ടത്തിലെ 10 mm ഡയാ ബാറിന്റെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ക്രാങ്ക്ഡ് ബാർ ആണ്. ക്രാങ്ക്ഡ് ബാർ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫിഗറിൽ നോക്കാം. ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. സോ ഇവിടെ നോക്കിയേ കാണാം, ഈ ക്രാങ്ക്ഡ് ബാറിന്റെ ആംഗിൾ കൊടുത്തിട്ടില്ല. ഏത് ആംഗിളിലാണ് ഈ ബാർ ക്രാങ്ക് ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ 45 ഡിഗ്രി അസ്യൂം ചെയ്യാം. ദ ബാർ ക്രാങ്ക്ഡ് അറ്റ് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് നിങ്ങൾ അസ്യൂം ചെയ്തോളുക. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ 30 വേറെ ആംഗിൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിൽ വെച്ച് ചെയ്യുക. നമുക്ക് 2 ആംഗിളേ ഉള്ളൂ. ഒന്നെങ്കിൽ 45 ഡിഗ്രിയിൽ ക്രാങ്ക് ചെയ്യും, അല്ലെങ്കിൽ 30 ഡിഗ്രിയിൽ ക്രാങ്ക് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ 45 ഡിഗ്രിയിൽ ക്രാങ്ക് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഇനി ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് കിട്ടിയായിരുന്നു. ആ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത്തിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, പ്ലസ് 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പ്ലസ് 2 ഇൻറ്റു 0.42 ഇൻറ്റു 2 ഇൻറ്റു 0.42 ഇൻറ്റു ഡി. ഇവിടെ ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത്തിന്റെ കൂടെ പ്ലസ് 2 ഇൻറ്റു 0.42 ഇൻറ്റു ഡി. സോ ഡെപ്ത് ഓഫ് സ്ലാബ്. അപ്പോൾ ഡെപ്ത് ഓഫ് സ്ലാബ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെപ്ത് ഓഫ് സ്ലാബ് D is equal to ഡെപ്ത് ഓഫ് സ്ലാബ്. നമുക്ക് ടോട്ടൽ ഡെപ്ത്, സ്ലാബിന്റെ ടോട്ടൽ ഡെപ്ത് എത്ര ആയിരുന്നു ക്വസ്റ്റിന് കൊടുത്തിരുന്നത്? 12 സെന്റിമീറ്റേഴ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ 12 സെന്റിമീറ്റർ മൈനസ് ക്ലിയർ കവർ. ക്ലിയർ കവർ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 2 എൻഡിലും 2.5 സെന്റിമീറ്റർ. അപ്പോൾ മൈനസ് 2.5 മൈനസ് 2.5. അപ്പൊ എന്ത് വരും ഡെപ്ത്? 12 മൈനസ് 5 7. സോ ആൻസർ എന്ന് പറഞ്ഞേ, ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത്. ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞേ? .88. ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് 3.88. ഈ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ? ആകപ്പാട് അക്ഷയ മാത്രമേ ആൻസേഴ്സ് ഒക്കെ പറയുന്നുള്ളൂ. അപ്പോ ഇതിനകത്ത് നമ്പർ ഓഫ് ബാർസ് എത്ര വരും? ക്രാങ്ക്ഡ് ബാർസിന്റെ നമ്പർ ഓഫ് ബാർസ് അത് കണ്ടുപിടിക്കാൻ എളുപ്പം വഴി പറഞ്ഞായിരുന്നു. 16 മൈനസ് 1. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ബാറുകൾ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു? 16 ആയിരുന്നു സ്ട്രെയിറ്റ് ബാർസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 മൈനസ് 15.
അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിങ് അത്രയും മാത്രം എടുത്താൽ മതി, +1 എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇത്ര ഓർത്താൽ മതി. സ്ട്രെയിറ്റ് ബാർ എത്രയാണോ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക, അതായിരിക്കും ക്രാങ്ക്ഡ് ബാറുകളുടെ എണ്ണം. അപ്പോൾ സ്ട്രെയിറ്റ് ബാർസ് എത്രയായിരുന്നു കിട്ടിയത്? 16 ആയിരുന്നു. 16 - 1 50. അതാണ് ക്രാങ്ക്ഡ് ബാർസിന്റെ ടോട്ടൽ നമ്പർ. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 15 × 3.88 15 × 3.88 ചെയ്യുമ്പോൾ 58.2 കിട്ടും. 58.2. ഇനി 0.617 എന്ന് പറയുന്നത് 1 മീറ്റർ ലെങ്തിലുള്ള 10 mm ബാറിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? 58.2 × 0.617. 58.2 × 0.617 is equal to 35.909. സോ ഇത്രയും ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ബോട്ടത്തിലുള്ള 2 ടൈപ്പ് ബാറും എടുത്തു. ഒരു സ്ട്രെയിറ്റ് ബാറും എടുത്തു, അതേ കണക്ക് തന്നെ ക്രാങ്ക്ഡ് ബാറും എടുത്തു. ഇനി ഇവിടെ ഇങ്ങനെ ഡോട്ട്സ് പോലെ കൊടുത്തേക്കുന്നുണ്ടോ? കുത്തു പോലെ കൊടുത്തേക്കുന്നു. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമുക്ക് ഈ ബോട്ടം സർഫസിലും ഉണ്ട്, അതേ കണക്ക് തന്നെ ടോപ്പ് സർഫസിലും ഉണ്ട്. സ്ലാബിന്റെ ബോട്ടത്തിലും ഉണ്ട്, സ്ലാബിന്റെ ടോപ്പിലും ഉണ്ട്. നമ്മൾ ആദ്യം സ്ലാബിന്റെ ബോട്ടം സർഫസ് മാത്രമാണ് നോക്കുന്നത്. ആ 330 അല്ലെങ്കിൽ 370 സെന്റിമീറ്റർ ലെങ്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡോട്ട്സ് പോലെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. 8 mm ഡയാറ്റ്, 25 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിങ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അപ്പോൾ നോക്കിക്കേ, ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അറേഞ്ച് ചെയ്യുന്നതാണ്ട് ഈ ലെങ്തിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാർസ് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് എന്തേ കാണത്തുള്ളൂ? ഈ ഡോട്ട്സ് മാത്രമായിട്ടായിരിക്കും കാണുന്നത്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര വരും ടോട്ടൽ ലെങ്ത് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ? അപ്പോൾ L ഈസ് ഈക്വൽ ടു 5.9. 590 ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ 5.9 മൈനസ് ക്ലിയർ കവർ. 2 സൈഡിലും ക്ലിയർ കവർ ഉണ്ട്. അപ്പോൾ -2 × 2.5 × 10 raised to 2.5 അല്ല 25 × 10 raised to -3 എന്ന് എഴുതാം. 25 × 10 raised to -3 plus 2 × 9 × diameter of bar. Diameter of bar എന്ന് പറയുമ്പോൾ 8 mm ബാർ ആണ്. 8നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 8 × 10 raised to -3. സോ ലെങ്ത് ഓഫ് ബാർ എത്ര കിട്ടും? ലെങ്ത് ഓഫ് ബാർ distribution bar 8 mm bar. .99 meters. 5.99 meters. ഇനി നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്തായിരുന്നു? സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് +1. അപ്പോൾ സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് +1 ചെയ്യുമ്പോൾ എത്ര വരും നമ്പർ ഓഫ് ബാർസ്? ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ നമ്പർ ഓഫ് ബാർസ്. Span divided by spacing +1.
സ്പാൻ എത്ര എടുക്കണ്ടേ? സ്പാന്റെ ലെങ്ത് എത്ര എടുക്കണ്ടേ? നമ്പർ ഓഫ് ബാർസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 8 mm നമ്പർ ഓഫ് ബാർസ്. സ്പാന്റെ ലെങ്ത് എത്രയാണ് എടുക്കണ്ടേ? 370 divided by span divided by spacing. എത്രയായിരുന്നു 8 mm ബാറിന്റെ സ്പേസിംഗ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നേ? Eight mm bar spacing 25 centimeters. 25 centimeters. So 370 divided by 25. 370 divided by 25 plus 1. എത്ര വരും ആൻസർ? 16. 15.8 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് 16 ആയിട്ട് എടുക്കുക. 15.8 എന്ന് വരും. അത് കൺവേർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് പോവാം. 16 നമ്പർ ഓഫ് ബാർസ്. പറഞ്ഞ് ഇത്രയും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്പർ ഓഫ് ബാർസ്. ഇനി എന്താ ചെയ്യുന്നത്? ടോട്ടൽ ലെങ്ത് ചെയ്യുവാണ്. ടോട്ടൽ ലെങ്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്തു? 16 into 5.99. 16 into 5.99 is equal to 95.84. ഇനി 1 meter ലെങ്ത് ബാറിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. d square divided by 162. That means 8 square divided by 162 ആണ് 0.395. 1 meter ലെങ്തിൽ 8 mm ബാറിന്റെ 1 meter ലെങ്തിന്റെ വെയിറ്റ് ആണ് 0.395. അപ്പൊ ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? 0.395 into 95.84. 0.395 into 95.84 is equal to 37.856. ഇനി ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഇനി ടോപ്പ് ബാർസ് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാർ സ്ലാബിന്റെ മുകളിലും ഉണ്ട്. അതും 8 mm ബാർസ് തന്നെയാണ്. ബിക്കോസ് വേറെ ടോപ്പ് ബാർസിന്റെ ഡയമെൻഷൻ വേറെ ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതും 8 mm ബാർ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ്. ഇവിടെ നമ്പർ ഓഫ് ബാർസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ കൗണ്ട് ചെയ്യാം. ഇവിടെ 1 2 3 1 2 3. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അറ്റ് ടോപ്പ് എന്നുള്ളത് 6 നമ്പേഴ്സ് ആണ്. നമുക്ക് ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തെടുക്കാം. പക്ഷേ ബോട്ടത്തിൽ നമുക്ക് കൗണ്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഈ ടോപ്പിൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 6 ആണ്. 1 2 3 4 5 6. അപ്പോൾ 6 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1 ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് ഇവിടെ ഇത്രയും ലെങ്ത് 15 കൊടുത്തിട്ടുണ്ട്, ഇത് 20, അപ്പോൾ നമുക്ക് 17 കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. 6 എന്ന് പറഞ്ഞ് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് 6. ബാക്കി വാല്യൂസ് നമ്മൾ നേരത്തെ ബോട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വാല്യൂസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ലെങ്ത് 5.99 നമ്മൾ ടോപ്പിൽ ബോട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത അതേ വാല്യൂ തന്നെ ആയിരിക്കും വരുന്നത്. നമ്പർ ഓഫ് ബാർസ് 6 ആണ്. ഇനി ടോട്ടൽ ലെങ്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്തു? 5.99 into 6 35.94. 1 meter ലെങ്തിന്റെ വെയിറ്റ് 0.395. അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 35.94 into 0.395. 35.94 into 0.395 is equal to 14.196 kilograms. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? ഹലോ. സോ ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് 10 mm ബാർ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 mm ബാർ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്ക് 10 mm ബാർ സ്ട്രെയിറ്റ് ബാറുമായിട്ടുണ്ടായിരുന്നു, ക്രാങ്ക്ഡ് ബാറുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 10 mm ബാറിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 37.809 പ്ലസ് 35.909.
35.809 പ്ലസ് 35.909. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10 mm ബാറിന്റെ വെയിറ്റ് 73.718 കിലോഗ്രാം. 73.718 കിലോഗ്രാംസ്. ഇനി 8 mm ബാറിന്റെ വെയിറ്റ് എടുക്കാനായിട്ട് 37.856 പ്ലസ് 14.196 രണ്ടും കൂടെ ആഡ് ചെയ്യുക. 37.856 പ്ലസ് 14.196 is equal to 52.052. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 mm ബാർ 73.718 എന്നും കിട്ടി. ടോട്ടൽ വെയിറ്റ് ഓഫ് 8 mm ബാർ 52.052 എന്നും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വേസ്റ്റേജസ് വരും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന മാക്സിമം വേസ്റ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. ഈ കിട്ടിയിരിക്കുന്ന വെയിറ്റിന്റെ 5%. അപ്പോൾ 5% വേസ്റ്റേജും കൂടി ആഡ് ചെയ്യാം. 5% വേസ്റ്റേജും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 mm ബാർ 77.404 എന്നും കിട്ടും. 8 mm ബാർ 54.654 എന്നും കിട്ടും. അപ്പോൾ 5% വേസ്റ്റേജ് എടുക്കാൻ എന്ത് ചെയ്യുന്നത്? 10 mm ബാറിന്റെ 73.718 ഇൻറ്റു 5/100. 73.718 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3.6859. അപ്പോൾ 3.6859 പ്ലസ് 73.718 എന്നുള്ള ആൻസർ ആണ് 77.404 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അത് കണക്കന്നെ 8 mm ബാറിന്റെ വേസ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? 52.052 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ആൻഡ് ഈസ് ഈക്വൽ ടു 2.6026. അപ്പൊ 2.6026 ആണ് വേസ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എടുക്കേണ്ടത് 2.6026 പ്ലസ് 52.052 is equal to 54.654 kilograms. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? സോ ഇത് 20 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. KTUന് 20 മാർക്സ്. യൂഷ്വലി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഇനി ഒരു T-beamന്റെ ക്വസ്റ്റ്യനും കൂടി ചെയ്യിക്കാനുണ്ട്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്താൽ തീരത്തില്ല. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ T-beamന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം.